ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2025 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് 2025 നടന്നത്. അതിലെ പ്രധാന വിഭാഗം, അതായത് മികച്ച ചിത്രം ഏതാണ്? 12th ഫെയിലാണ് മികച്ച ചിത്രം എന്ന് പറയുന്നത്. മികച്ച ചിത്രം 12th ഫെയിലാണ് മികച്ച ചിത്രം. സംവിധായകൻ വിധു വിനോദ് ചോപ്രയാണ് സംവിധായകൻ. അപ്പം മികച്ച ചിത്രം എന്ന് പറയുന്നത് 12th ഫെയിൽ, സംവിധായകൻ വിധു വിനോദ് ചോപ്ര. ഇനി മികച്ച നടന്മാർ 2 പേരുണ്ട്, ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും. ഷാരൂഖ് ഖാൻ ജവാൻ എന്ന സിനിമയ്ക്കും വിക്രാന്ത് മാസിക്ക് 12th ഫെയിൽ എന്ന സിനിമയ്ക്കും. അപ്പോൾ മികച്ച ചിത്രം ഏതാണ്? 12th ഫെയിലാണ്. സംവിധായകൻ വിധു വിനോദ് ചോപ്ര ആണ്. മികച്ച നടൻ ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. അടുത്ത മികച്ച നടി ആരാണ്? റാണി മുഖർജിയാണ്. മികച്ച നടി റാണി മുഖർജി. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്ക്. ഏത് സിനിമയ്ക്കാണ്? മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്കാണ് മികച്ച നടി റാണി മുഖർജി ആണ്. മികച്ച സഹനടി 2 പേരുണ്ട്. മികച്ച സഹനടിമാർ ഉർവശിയുമുണ്ട്, അതേപോലെ തന്നെ ജാങ്കി ബോഡിവാലയും ഉർവശിയും. 2 പേർക്കാണ് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത്. ഉർവശിയും ജാങ്കി ബോഡിവാല. ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കും ജാങ്കി ബോഡിവാലയ്ക്ക് വാഷ് എന്ന ഗുജറാത്തി സിനിമയ്ക്കും ആണ്. അപ്പോൾ മികച്ച നടി റാണി മുഖർജി മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിന്, മികച്ച സഹനടി ഉർവശി ഉള്ളൊഴുക്ക്, ജാങ്കി ബോഡിവാല വാഷ് എന്ന ഗുജറാത്തി സിനിമയ്ക്കും. മികച്ച സഹനടൻ ആരാണ്? മികച്ച സഹനടൻ വിജയരാഘവനും MS ഭാസ്കറുമാണ്. മികച്ച സഹനടൻ വിജയരാഘവൻ, MS ഭാസ്കർ. വിജയരാഘവന് പൂക്കാലം എന്ന സിനിമയ്ക്കും MS ഭാസ്കറിന് പാർക്കിംഗ് എന്ന സിനിമയ്ക്കുമാണ്. അപ്പം വിജയരാഘവൻ, അതായത് മലയാളത്തിൽ നിന്ന് അതായത് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ഉള്ളൊഴുക്ക് ഉർവശിക്കും, മികച്ച സഹനടൻ വിജയരാഘവന് പൂക്കാലം എന്ന സിനിമയ്ക്കുമാണ്. ഇനി അടുത്തത് പ്രാദേശിക സാങ്കേതിക വിഭാഗത്തിൽ, അതായത് മികച്ച മലയാള സിനിമ ഏതാണ്? ഉള്ളൊഴുക്കാണ്. സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ്. അപ്പം മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്, സംവിധായകൻ ക്രിസ്റ്റോ ടോമി ആണ്. മികച്ച സംവിധാനം സുദീപ്തോ സെൻ ആണ്. മികച്ച സംവിധാനം സുദീപ്തോ സെൻ, കേരള സ്റ്റോറിയാണ്. അപ്പം മികച്ച സംവിധാനം ചെയ്ത ആരാണ്? സുദീപ്തോ സെൻ ആണ്. സിനിമ ദ കേരള സ്റ്റോറി ആണ്. മികച്ച ആനിമേഷൻ ഫിലിം ഹനുമാനാണ്. സംവിധായകൻ പ്രശാന്ത് വർമ്മയാണ്. സംവിധാനം പ്രശാന്ത് വർമ്മ. മികച്ച ആനിമേഷൻ ഫിലിം ഹനുമാൻ ആണ്. സംവിധായകൻ ആരാണ്? പ്രശാന്ത് വർമ്മയാണ്. അപ്പം നമ്മൾ മികച്ച സഹനടി ഉർവശിയും ജാങ്കി ബോഡിവാലയുമാണ്. ജാങ്കി ബോഡിവാല വാഷ് എന്ന ഗുജറാത്തി സിനിമയ്ക്കും ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കുമാണ്. മികച്ച സഹനടൻ വിജയരാഘവനും MS ഭാസ്കറുമാണ്. വിജയരാഘവൻ പൂക്കാലം, MS ഭാസ്കർ പാർക്കിംഗ് എന്ന സിനിമയ്ക്കുമാണ്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്കാണ്. സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ്. അതേപോലെ തന്നെ മികച്ച സംവിധാനം സുദീപ്തോ സെൻ ആണ്. ദ കേരള സ്റ്റോറി ആണ്. മികച്ച ആനിമേഷൻ ഫിലിം ഹനുമാനാണ്. സംവിധായകൻ പ്രശാന്ത് വർമ്മയാണ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മോഹൻദാസ് ആണ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ ആരാണ്? മോഹൻദാസ് ആണ്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി പൂക്കാലമാണ്. അപ്പം മികച്ച എഡിറ്റർ, അത് മലയാളത്തിൽ നിന്നുള്ള അവാർഡാണ്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി പൂക്കാലം. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മോഹൻദാസ് ആണ്. മികച്ച ആനിമേഷൻ ഫിലിം ഹനുമാൻ ആണ്. സംവിധായകൻ പ്രശാന്ത് വർമ്മയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആണ് പഠിക്കുന്നത്. ഇത് 2025 ചോദിച്ച മിക്ക PYQയിലും ചോദിച്ച ഒരു കറണ്ട് അഫെയർ ആണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് കൂടുതൽ PDF-നും കറണ്ട് അഫെയർസിൻ്റെ PDF-നും PYQൻ്റെ PDF-നും നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്.